ആർ വി ബാബു ടെലിഫോണിലുണ്ട്. ശ്രീ ആർ വി ബാബു, താങ്കൾ നേരത്തെ ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ വിശദീകരണം നൽകിയിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, പുതിയ ഗവർണർ വന്നതിന് ശേഷമാണ് ഈ ചിത്രം അവിടെ സ്ഥാപിച്ചത് എന്നും രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ എന്തു വേണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കുമെന്ന് ഗവർണർ അസന്നിഗ്ധമായി വ്യക്തമാക്കി എന്നുമാണ്. അതായത് സെൻട്രൽ ഹാളിൽ വെച്ചിരിക്കുന്ന ചിത്രമാണ്, അത് സ്ഥിരമായുള്ള ചിത്രമാണ്, അത് മാറ്റാൻ കഴിയില്ല നിലപാട് സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന പശ്ചാത്തലമാണ്. അവിടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തുക എന്നുള്ളത് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ഒക്കെ എന്ത് കുടുക്കിൽ ചെന്ന് പെടുത്തുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമോ അവരുടെ പിന്മാറ്റം? ഗവർണറെ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഗവർണർ ഒരു കടുത്ത ദേശീയവാദിയാണ്. അദ്ദേഹം ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഒക്കെ അങ്ങേയറ്റം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ നാടിന്റെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ, പ്രത്യേകിച്ച് പരിസ്ഥിതി ദിനം പോലെ ഉള്ള ഒരു പരിപാടിയിൽ ഈ നാടിനെ സ്നേഹിക്കുക, ഈ നാടിന്റെ ആത്മീയത, അതിന്റെ നമുക്ക് അറിയാം, നമ്മുടെ പരിസ്ഥിതിയോട് നമ്മുടെ രാജ്യത്തിന്റെ ആധ്യാത്മിക മനോഭാവം എന്താണെന്ന്. പ്രകൃതി മാത എന്ന സങ്കല്പത്തിലാണ് നമ്മുടെ രാജ്യം കാണുന്നത്. അങ്ങനെ ഒരു സങ്കല്പം ലോകത്ത് വേറെ എവിടെയില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതി മാതാവാണെന്നുള്ള സങ്കല്പം. അപ്പോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ തന്നെയാണ് പൂജിക്കുന്നത് എന്നുള്ള സങ്കല്പത്തിലാണ് ഭാരതമാതാവിന്റെ ഫോട്ടോവും അതിന്റെ പുഷ്പാർച്ചനയും ഒക്കെ അവിടെ വേണമെന്ന് ഗവർണർ പറഞ്ഞത്. ഗവർണർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ എന്ത് വേണമെന്ന് ഗവർണർക്ക് തീരുമാനിക്കാം. അതിനകത്ത് കുഴപ്പമില്ലല്ലോ. അദ്ദേഹത്തിന്റെ രാജ്ഭവനിൽ നടത്തുന്ന പരിപാടിയാണ്. അത് ഭരണഘടനാ വിരുദ്ധവുമല്ല. ഭാരതമാതാവ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണോ? അതെനിക്ക് അറിയില്ല. ഞാനത് കേട്ടിട്ടില്ല. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞയുടെ, കുട്ടികൾ ചൊല്ലുന്ന പ്രതിജ്ഞയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന കാര്യമല്ലേ? നമ്മുടെ കുട്ടികൾ രാവിലത്തെ പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് ചൊല്ലിയിരുന്ന കാര്യമാണ് ഭാരത് മാതാ കി ജയ്. അത് ഇത്ര കുഴപ്പം പിടിച്ച കാര്യമാണ്. നേരത്തെയുള്ള ഗവർണർമാർക്കൊന്നും ഈ ശീലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ ഇങ്ങനെ സംവിധാനം ഒരുക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഒരു കുടുക്കാണ്, സംശയമില്ല. പ്രതിപക്ഷത്തിനും അതൊരായുധമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അത് താങ്കൾക്ക് മനസ്സിലാകുന്നതാണ്. അല്ല, ഇതിനെയൊക്കെ രാഷ്ട്രീയമാക്കിയത് ആരാണെന്നേ? ഇവരൊക്കെ തന്നെയല്ലേ. ഇപ്പൊ നിലവിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ കോൺഗ്രസുകാർക്ക് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസ് സമ്മേളനത്തില് ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് വിലക്കുന്നു കോൺഗ്രസ് സമ്മേളനങ്ങളിൽ. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചത് ഇതേപോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ? അവരെടുത്ത നിലപാടല്ലേ? ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പാടില്ല, ഹിന്ദുസ്ഥാൻ എന്ന് പറയാൻ പാടില്ല, ഭാരതം എന്ന പേര് പോലും നമ്മുടെ ഭരണഘടനയിൽ ഉള്ളതാണ്. ആ പേര് പോലും ഉപയോഗിക്കുന്നത് എന്തോ ഹിന്ദുത്വ വർഗീയതയുടെ ഭാഗമാണ് എന്ന നരേറ്റീവ് കൊണ്ടുവന്ന് അങ്ങനെ സ്ഥാപിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കല്ലേ? അതുകൊണ്ട് ഇപ്പോ ഭാരതത്തിന്റെ പൈതൃകവുമായിട്ട്, ഭാരതത്തിന്റെ ദേശീയതയുമായി ബന്ധപ്പെട്ടത് എല്ലാം വർഗീയമാണ്, സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഒരു നരേറ്റീവ് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദികൾ തന്നെയാണ് അതിന് പിഴമൂളേണ്ടത്. ഇപ്പോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലല്ലേ നമ്മുടെ രാജ്യത്തിന്റെ നിരവധി സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ ഒരു സ്ലോഗൻ എന്ന നിലയ്ക്ക് അവർ തെരഞ്ഞെടുത്തത് മുഴുവൻ നമ്മുടെ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ലേ? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിലെ വാക്യമാണ്, നമ്മുടെ കോടതി മുറിയിൽ എഴുതി വയ്ക്കപ്പെട്ട കാര്യമാണ്. ശംനോ വരുണ നമ്മുടെ നാവികസേനയുടെ മുദ്രാവാക്യമാണ്. യോഗക്ഷേമം വഹാമ്യകം അത് നമ്മുടെ ഭഗവത്ഗീതയിലെ വാക്യമാണ്. ഇതെല്ലാം സ്വീകരിക്കുമ്പോൾ അതൊന്നും വർഗീയതയായിരുന്നില്ലല്ലോ, അതൊന്നും സംഘപരിവാറിന്റേതാണെന്ന് ആരും അന്ന് പറഞ്ഞില്ലല്ലോ. അർജുന അവാർഡ് എന്ന് പറയുന്ന പേര് അർജുനൻ ഏത് സാഹിത്യത്തിൽ നിന്നുള്ളതാണ്? ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ്? ദ്രോണാചാര്യ അവാർഡ് ഏത് സാഹിത്യത്തിൽ നിന്നുള്ളതാണ്? അതൊന്നും അന്ന് ആരും വർഗീയതയാണ്, സംഘപരിവാരാണ്, ഹിന്ദുത്വമാണെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? അപ്പൊ ഒരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ദേശീയതയും സംസ്കാരത്തെയും ഒക്കെ നരേറ്റീവ് ചെയ്തെടുത്തതിന്റെ പരിണിത ഫലമാണ്, ദുഷ്പരിണാമമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിനോട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നൊരു ഗവർണർ തീരുമാനിച്ചാൽ ആ ഗവർണർക്കൊപ്പമാണ് ജനങ്ങൾ നിൽക്കേണ്ടത് എന്നാണ് എന്റെ പക്ഷം. അല്ല, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഒരു ഗവർണർ ഇങ്ങനെ പോരിനിറങ്ങിയാൽ, നേരത്തെ നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ ഗവർണറുമായി നല്ല രമ്യതയിലായിരുന്നു. ഈ ഗവർണർ ആദ്യം വന്ന ഘട്ടത്തിലൊക്കെ മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും പരിപാടികളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഗവർണർ വീണ്ടും രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ആ മധുവിധ കാലം കഴിഞ്ഞു എന്നുള്ളതല്ലേ ആർ വി ബാബു? അല്ല, ഇതിനൊരു മധുവിധ കാലമോ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് കാലമോ ഉണ്ട് എന്നൊന്നും ആരും കരുതണ്ട. നിലപാടുകൾ, ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഏതൊരു ആദർശ
ശാലീനം സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഗവർണർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഗവർണർ ഏത് പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അദ്ദേഹം ഇരിക്കുന്ന പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പദവിക്ക് ചേർന്ന തലത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ അദ്ദേഹം അടിയുറച്ചു നിൽക്കുന്നു. അത് ഭരണഘടനാനുസൃതമായി നിൽക്കുന്നു. അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റും പറയേണ്ട കാര്യമില്ല. ശരി ശരി. ഏതായാലും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. ശരി ശരി. അതിനെ എതിർക്കേണ്ടവർക്ക് എതിർക്കാം. ഒരു വിഷമമില്ല കാര്യത്തിൽ. പക്ഷേ ജനങ്ങൾ ഇതിനെയൊക്കെ തിരിച്ചറിയും എന്നാണ് ഞാൻ പറയുന്നത്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു. ഏതായാലും ആ പരിപാടി രാജ്ഭവന്റെ സെൻട്രൽ ഹാൾ നടക്കേണ്ട പരിപാടി ഇപ്പോൾ പുരോഗമിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ്. പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൃഷി വകുപ്പാണ്, കൃഷി മന്ത്രിയാണ് സംസാരിക്കുന്നത്. ചർച്ചയ്ക്കോ ഉള്ള ഒരു ദിവസമല്ല. അതിന്റെ വിഷയം എന്ന് പറയുന്നതും ഒരു സെമിനാറിന് കൊള്ളാം നല്ലത് എന്ന് പറഞ്ഞ് മാറ്റേണ്ടതല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ ദിനമാണ് എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പരിസ്ഥിതി ദിനം എന്നാൽ ജീവിതത്തിന്റെ ദിനമാണിപ്പോൾ. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ തന്നെ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദിനം നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടൊരു ജൂൺ 5-നല്ല, ജൂൺ 6-നും തീരുന്നില്ല, അത് ഒരാഴ്ചക്കാലമല്ല. നമ്മളുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നാം പുലർത്തേണ്ടുന്ന ചില നിലപാടുകളെയും പുലർത്തേണ്ടുന്ന രീതികളെയും ഈ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് പരിസ്ഥിതി ദിനം ഇന്ന് തുടങ്ങി ഇന്ന് അവസാനിക്കുന്നതല്ല, എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവേണ്ടുന്ന ഒന്നാണ്. പ്രകൃതിയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടുന്നില്ല. അത്രമേൽ വലിയൊരു നാഭീനാള ബന്ധം ഓരോ മനുഷ്യനും ഓരോ ജീവജാലത്തിനും ഈ പ്രകൃതിയുമായിട്ടുണ്ട്.